ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ഗ്രാനി സ്പെഷ്യൽ. ഇന്ന് നമുക്ക് സുലഭമായി കിട്ടുന്ന റംബൂട്ടാൻ വെച്ച് ഒരു പുഡിങ്ങാണ് ഇവിടെ കാണിക്കുന്നത്. റംബൂട്ടാൻ്റെ പൾപ്പ് വെച്ച് നമുക്ക് ഇന്നൊരു പുഡിങ് ഉണ്ടാക്കാം. ഒരു 20 റംബൂട്ടാൻ്റെ പൾപ്പ്, പിന്നെ ഒരു 3 പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ലിറ്റർ പാല്, ഒരു 250 ml നല്ല കുറുകിയ തേങ്ങാപ്പാൽ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കരിച്ചത്, പിന്നെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. പൈനാപ്പിൾ എസൻസ്. ആദ്യമായിട്ട് നമുക്ക് കാരമൽ ചെയ്ത പഞ്ചസാരയിലേക്ക് റംബൂട്ടാൻ്റെ പൾപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം. ഒരു സ്പൂണ് കോൺഫ്ലവറിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് അത് ഈ വിളയിച്ച് റംബൂട്ടാനിലേക്ക് യോജിപ്പിക്കണം. ഇത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ തേങ്ങാപ്പാൽ മിക്സ് ഇതിലേക്ക് യോജിപ്പിക്കണം. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കണം, അതല്ലെങ്കിൽ അടിയിൽ കട്ട കിട്ടും. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1/2 ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം. 1/2 ലിറ്റർ പാല് അടുപ്പിൽ വെച്ച് അതിൻ്റെ കൂടെ അതിന് മധുരത്തിന് ആവശ്യമുള്ള മധുരവും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കിയത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കി ഇതിലേക്ക് യോജിപ്പിക്കുക. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് അതിലേക്ക് നമുക്ക് എസൻസ് ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ. ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡ് സാവകാശം ചേർക്കണം. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ.